വൃന്ദ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന ഒരു സാമൂഹ്യ സംഘടനയുടെ പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയായി എന്തായാലും അൻവറിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം CPM-ന്റെ സ്വതന്ത്ര MLA ആണ്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിൽ അംഗത്വം എടുത്താൽ അൻവറിന്റെ നിയമസഭാ അംഗത്വം തന്നെ നഷ്ടപ്പെടും. അദ്ദേഹത്തിന് MLA ആയി തുടരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാതെ ഒരു സാമൂഹ്യ കൂട്ടായ്മ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ DMK, അൻവറിന്റെ DMK-ക്ക് അദ്ദേഹം രൂപം നൽകിയിരിക്കുന്നത്. ആ പാർട്ടിയുടെ നയരേഖ, പാർട്ടിയുടെ അല്ല, ആ സാമൂഹ്യ സംഘടനയുടെ നയരേഖ മഞ്ചേരി ജസീല ജംഗ്ഷനിൽ ചേർന്ന പൊതുയോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. പ്രതീക്ഷിച്ച പോലുള്ള ഒരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായില്ല. അതിന് പല കാരണങ്ങളാണ് അൻവർ നിരത്തുന്നത്. ഒരു കാരണം ശക്തമായ മഴയാണ്. പ്രവർത്തകർക്ക് പലർക്കും അവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രവർത്തകരെ പലയിടങ്ങളിലും പോലീസ് തടയുകയുണ്ടായി. ഇവർക്കെതിരെ കേസ് വരും എന്നുള്ള രീതിയിലൊക്കെ പ്രവർത്തകരെ പോലീസ് ഭീഷണിപ്പെടുത്തി. സ്വർണ്ണക്കടത്തുകാരാണോ എന്നുള്ള രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം കുറഞ്ഞത് എന്നാണ് അൻവർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത്. അൻവർ മുൻപ് മലപ്പുറത്ത് നിലമ്പൂരിലെ ചന്തക്കുന്നിൽ പ്രസംഗിച്ച അത്രയും സമയവും മഞ്ചേരിയിൽ പ്രസംഗിച്ചില്ല. പ്രധാനമായും ഈ നയരേഖയുടെ ഒരു അവതരണമാണ് നടന്നത്. നയരേഖ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രാധാന്യം അൻവർ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് ഈ നയരേഖയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലബാർ കേന്ദ്രീകരിച്ച് കേരളത്തിൽ 15ാമത് ഒരു ജില്ല വേണം എന്നാണ് ഈ നയരേഖയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ വിഭജിക്കണം. മലപ്പുറത്തിന് ഇപ്പോൾ താങ്ങാവുന്നതിലധികം ജനസംഖ്യയുണ്ട്. ഈ രണ്ട് ജില്ലകളിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ അടർത്തിയെടുത്ത് കേരളത്തിൽ 15ാമത് ഒരു ജില്ല രൂപീകരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ നയരേഖയുടെ ഒരു കാതൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ജാതി സെൻസസ് നടത്തണം. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നേരിടുന്നവർക്ക് 50 ലക്ഷം രൂപയായി സഹായം ഉയർത്തണം. അങ്ങനെ ഒരു പ്രാദേശിക തലത്തിലുള്ള വികാരം ഉയർത്തിക്കൊണ്ടു വരുന്ന രീതിയിലുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റെല്ലാം പൊതുവെ ഒരു സംഘടനയുടെ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. മറ്റ് അവശ്യ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ യത്നിക്കും. അങ്ങനെ വളരെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് നയരേഖയിലുള്ളത്. അൻവർ തൻ്റെ പ്രസംഗത്തിലും കാര്യമായിട്ടുള്ള ആരോപണങ്ങൾക്ക് മുതിർന്നിട്ടില്ല. ഒരു ആരോപണം അദ്ദേഹം പുതിയതായിട്ട് ഉന്നയിച്ചത് ഈ വരാനിരിക്കുന്ന ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിലും CPM BJP ഒരു കച്ചവടം നടന്നിട്ടുണ്ട്. ഈ കച്ചവടത്തിന് പിന്നിലും MR അജിത് കുമാറാണ് എന്നുള്ളൊരു പുതിയ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പാലക്കാട് BJP-യെ ജയിപ്പിക്കാൻ ഒരു കച്ചവടം ഉണ്ടാക്കിയിരിക്കുന്നു. പാലക്കാട് CPM-ന്റെ വോട്ട് BJP-ക്ക് മറിക്കും. അതിന് പകരമായി ചേലക്കര മണ്ഡലത്തിൽ CPM-ന് BJP-യുടെ വോട്ട് ലഭിക്കും. ആ കച്ചവടത്തിന് MR അജിത് കുമാർ ഇടനിലക്കാരനായി നിന്നു എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം ഈ പൊതുസമ്മേളന വേദിയിൽ ഉന്നയിച്ചത്. മറ്റ് ആരോപണങ്ങളെല്ലാം തന്നെ നേരത്തെ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും MR അജിത് കുമാറിനുമെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ അദ്ദേഹം ഈ യോഗത്തിൽ ആവർത്തിക്കുകയുണ്ടായി. ശരി, ലിബീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.